പിന്നെ ഇതിലിപ്പോൾ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ പിന്നെ ഇതിൽ മൂന്നാമത് വന്നൊരു ചോദ്യം, അവിടുന്നാണ് നമ്മൾ പോയത്. ജിന്നുകൾക്ക് മനുഷ്യനെ സ്വാധീനിക്കാനോ ഉപദ്രവിക്കാനോ സാധിക്കുമോ? അതോടൊപ്പം തന്നെ കണ്ണേറ് എന്നതൊരു യാഥാർത്ഥ്യമാണോ? സഹീഹുൽ ബുഖാരിയിലെ ഒരു ഹദീസിൽ മുഖത്ത് കറുത്ത് പാടുള്ള ഒരു പെൺകുട്ടിയെ കണ്ടപ്പോൾ അവൾക്ക് കണ്ണേറ് ബാധിച്ചിട്ടുണ്ടെന്നും അവൾക്ക് വേണ്ടി റുഖിയ ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചതായും കാണാം. ഈ സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ണേറിനെയും ജിന്നുബാധയെയും നാം എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? ഇന്ന് പല മാനസിക രോഗങ്ങളെയും ജിന്നുബാധയോ കണ്ണേറോ ആയി തെറ്റിദ്ധരിച്ച് ശാസ്ത്രീയ ചികിത്സ നിഷേധിക്കുന്ന പ്രവണതയെ എങ്ങനെ കാണണം? ഖുർആനികമായി റുഖിയയും ഇന്ന് നിലവിലുള്ള വ്യാജ മന്ത്രവാദങ്ങളും തമ്മിലുള്ള വ്യത്യാസം വിശദീകരിക്കാം. വലിയ ചോദ്യമാണ്. ചുരുക്കി ഒന്ന് രണ്ട് അടിസ്ഥാനങ്ങൾ മാത്രം പറയാം. ജിന്നുകൾ എന്ന് പറയുന്നത് മനുഷ്യരെ പോലെയുള്ള ഒരു സൃഷ്ടിവർഗമാണ്. നമ്മുടേത് പോലെ ഒരു പാരലൽ വേൾഡിൽ ജീവിക്കുന്ന ആളുകളാണ് ജിന്നുകൾ. മനുഷ്യർ മണ്ണുകൊണ്ടാണ് പടക്കപ്പെട്ടിട്ടുള്ളത്, ജിന്നുകൾ തീ കൊണ്ടാണ് പടക്കപ്പെട്ടിട്ടുള്ളത്. പൊതുവിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള കാര്യം, ജിന്നുകൾക്ക് നമ്മെ കാണാം, മനുഷ്യരെ കാണാം, നമുക്ക് ജിന്നുകളെ കാണാൻ കഴിയില്ല. അത് അവരുടെ സൃഷ്ടിപ്പിൻ്റെ പ്രത്യേകത കൊണ്ടാണ് അവരെ നമുക്ക് കാണാൻ കഴിയില്ല എന്നതാണ്. ഇനി ജിന്നിന് മനുഷ്യനെ സ്വാധീനിക്കാവുന്നതിൻ്റെ തോത് എത്രയാണ്? ഒരു കാര്യം സംശയമില്ലാത്തതാണ്, മനുഷ്യനെ ദുർബോധനം നടത്താൻ ജിന്നുകൾക്ക് കഴിയും. ജിന്നുകളെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ജിന്നുകൾ മനുഷ്യരുള്ളത് പോലെ തന്നെ നല്ലവരും ചീത്തയാളുകളും എവിടെ ഉണ്ട്? ജിന്നുകളുടെ കൂട്ടത്തിലുണ്ട്. മുസ്ലിങ്ങളായവരും കാഫിറായ ആളുകളും സദ്വൃത്തരായവരും ദുഷ്കർമ്മികളായ ആളുകളും തെമ്മാടികളായ ആളുകളും ഒക്കെയുണ്ട്. ജിന്നുകളുടെ കൂട്ടത്തിലെ തെമ്മാടിക്കൂട്ടത്തിന് പറയുന്ന പേരാണെന്ത്? ശൈത്താൻ, പിശാചുക്കൾ എന്ന് പറയുന്നത്. ഇബ്ലീസ് അവരുടെ നേതാവാണ്. മനുഷ്യർ പടക്കപ്പെടുന്നതിന് മുമ്പ് പടക്കപ്പെട്ടിട്ടുള്ള സൃഷ്ടിവർഗമാണത്. മനുഷ്യനെ പടക്കുന്നതിന് മുമ്പ്, മനുഷ്യനെ പടക്കുമ്പോഴേ ജിന്നുകളുണ്ട്. മനുഷ്യനെ അപ്പോൾ ഇബ്ലീസ് അവിടെ അല്ലേ? മനുഷ്യനെ പടക്കുന്ന സമയത്ത് അതൊക്കെ പറയുന്നിടത്തുണ്ട്. അപ്പോൾ ഇതാണ് ജിന്നുവർഗങ്ങളെ കുറിച്ചുള്ള മൊത്തത്തിലുള്ളത്. ഇനി ജിന്നിന്റെ സ്വാധീന ശക്തി എന്ന് പറയുന്നത് മനുഷ്യരെ ദുർബോധനം നടത്താൻ, മനുഷ്യരെ തെറ്റുകൾക്ക് പ്രേരിപ്പിക്കാൻ ഉള്ള കഴിവ് ആർക്കുണ്ട്? ജിന്നുകൾക്കുണ്ട്. തെറ്റ് തോന്നിപ്പിക്കാൻ, തെറ്റിലേക്ക് ആകർഷിപ്പിക്കാൻ, തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കാൻ. പക്ഷെ മനുഷ്യന്റെ നിയന്ത്രണം ഏറ്റെടുത്ത് മനുഷ്യനെ കൊണ്ട് തെറ്റ് ചെയ്യിക്കാനുള്ള അധികാരം അള്ളാഹു ആർക്ക് കൊടുത്തിട്ടില്ല? ജിന്നുകൾക്ക് കൊടുത്തിട്ടില്ല. അത് കൊടുക്കൂല. അത് കൊടുക്കുന്നത് എന്താണ്? അനീതിയാണ്, അല്ലേ? എൻ്റെ നിയന്ത്രണം തന്നെ വേറൊരാളെ ഏറ്റെടുത്ത് തെറ്റ് ചെയ്യുകയും എന്നിട്ട് ആ തെറ്റിൻ്റെ കുറ്റം ഞാൻ ഏൽക്കേണ്ടി വരികയും ചെയ്യുക എന്ന് പറയുന്നത് നീതിയല്ല. ആ അധികാരം അള്ളാഹ് കൊടുത്തിട്ടില്ല. അത് ആ അധികാരം നിനക്കില്ല എന്ന് അള്ളാഹു പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് ഇബ്ലീസിനോട് വിശുദ്ധ ഖുർആനിലൂടെ. അപ്പോ പിന്നെയുള്ള പണ്ഡിതന്മാർക്കിടയിലുള്ള ഒരു ചർച്ച എന്താണെന്ന് ചോദിച്ചാൽ, മനുഷ്യ ശരീരത്തിൽ ജിന്ന് കയറുമോ എന്നതാണ്. ഈ ചോദ്യം ഒന്നാമത്തെ പ്രശ്നം എന്താ വെച്ചാൽ, നമ്മുടെ ശരീരം സങ്കല്പിക്കുന്നത് പോലെ ജിന്നുകളെ സങ്കല്പിക്കുന്നത് കൊണ്ടുള്ളൊരു പ്രശ്നമാണ്. നമുക്ക് കാണാൻ തന്നെ പറ്റാത്തൊരു സൃഷ്ടിവർഗമാണ് ജിന്നുകൾ എന്ന് പറഞ്ഞാൽ, അവർ കയറുക ഇറങ്ങുക എന്നൊന്നും പറയുന്നത് നമ്മൾ കയറലും ഇറങ്ങലും സങ്കല്പിക്കുന്നത് പോലെയല്ല ഉണ്ടാവുക. ഓൽക്ക് എവിടെയും കയറുകയും ഇറങ്ങുകയും ചെയ്തിട്ട് വേണ്ടി വരൂല. അപ്പൊ വെളിച്ചം കയറുക ഇറങ്ങുക എന്ന് പറയുന്നത് പോലെയാണല്ലോ, പറയുന്നത് പോലെയാണോ ഒരു മനുഷ്യൻ കയറുക ഇറങ്ങുക എന്ന് പറയുന്നത്? അല്ലല്ലോ. അപ്പോ ആ വിഷയം പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. ചർച്ച ചെയ്തതനുസരിച്ച് പണ്ഡിതന്മാരിൽ ഭൂരിഭാഗം ആളുകളും പറഞ്ഞിട്ടുള്ളത് മനുഷ്യ ശരീരത്തിൽ ജിന്ന് കയറും, പ്രവേശിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ തന്നെ മനുഷ്യ ശരീരത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ ജിന്നുകൾക്ക് ശേഷിയുണ്ടാകും എന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരും ഉണ്ട്. ഇതിനൊന്നും അടിസ്ഥാനപരമായ ഗണ്യമായ ദലീലുകൾ ഇല്ല. എന്നാൽ നേരെ തിരിച്ച അഭിപ്രായമുള്ള പണ്ഡിതന്മാരും ഉണ്ട്.
മൊത്തം ഇസ്ലാമിക ശരീഅത്തും അള്ളാഹു മനുഷ്യന് നൽകിയ ജീവിതത്തിൻ്റെ ഒരു യാഥാർത്ഥ്യവും പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക, അങ്ങനെ മനുഷ്യൻ്റെ പേരിൽ അന്യായമായി നിയന്ത്രണമുള്ള സ്വഭാവത്തിലുള്ള ഒരു ശേഷിയും ജിന്നുകൾക്ക് അള്ളാഹ് കൊടുക്കൂല. അത് മനുഷ്യരോട് ചെയ്യുന്ന അനീതിയാണ്. അപ്പം അങ്ങനെയൊന്ന് ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ ചോദ്യത്തിൽ വന്ന ഒരു കാര്യം കണ്ണേറിനെ കുറിച്ചാണ്. അൽ ഐനു ഹഖുൻ, കണ്ണേറ് സത്യമാണ് എന്ന നിലക്കുള്ള ഹദീസുകളിൽ സ്വഹീഹായ ഹദീസുകൾ ഉണ്ട് നബി പറഞ്ഞത്. അപ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, നബി ഉദ്ദേശിച്ച കണ്ണേർ എന്താ എന്നത് നമുക്കറിയില്ല. ഇനി ഇത് കണ്ണേർ തട്ടും എന്ന് വന്നാൽ തന്നെ പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് എന്താ? പിന്നെന്താ ചെയ്യാനുള്ളത്? കണ്ണേർ തട്ടിയോ തട്ടിയില്ലേ എന്നാണ് ഐഡന്റിഫൈ ചെയ്യാം. ഒരാൾ അബ്നോർമലായി പെരുമാറുന്നു, ഒരാൾക്ക് പനിക്കുന്നു, ഒരാൾ പിച്ചും പേയും പറയുന്നു, കണ്ണേറ് തട്ടിയതാണോ അല്ലേ എന്ന് നിർണയിക്കണം അല്ലേ? എങ്ങനെയാ അറിയാൻ മാർഗമുണ്ടോ? മാർഗമല്ല. ഇതിൽ സൂചിപ്പിച്ച ഹദീസ്, നബി ഒരു പെൺകുട്ടിയെ കണ്ടപ്പോൾ ആ പെൺകുട്ടി കണ്ണേറ് ബാധിച്ചതാണ് എന്ന് പറയുകയും റുഖിയ നടത്താൻ പറഞ്ഞു. റുഖിയ പറഞ്ഞാൽ മന്ത്രം നടത്താൻ പറഞ്ഞു. മന്ത്രം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, റുഖിയ എന്ന് പറയുന്നതോടുകൂടി, മന്ത്രം എന്ന് പറയുന്നതോടുകൂടി നമ്മുടെ ചിന്ത വേറെ എവിടേക്കോ പോകും എന്നുള്ളതാണ്. നബി പറഞ്ഞ മന്ത്രം ചെല്ലല എന്താ അറിയോ? സൂറത്തുൽ ഫലക്കും സൂറത്തുൽ നാസും ചെല്ലല. ഇതാണ് ഈ റുഖിയ എന്ന് പറയുന്നത്. അതിനെ പിന്നൊരു ചികിത്സാ പദ്ധതിയാക്കി ചിലരൊക്കെ വികസിപ്പിച്ചിട്ടുണ്ട് എന്നത് വേറൊരു കാര്യമാണ്. അപ്പോൾ 2 പോയിന്റുകൾ കൂടിയാണ് അതിൽ പറയാനുള്ളത്. ഒന്നാമത്തെ കാര്യം, ഒരാളെ കണ്ണേറ് ബാധിച്ചതാണോ അല്ലേ എന്ന് പറയണമെങ്കിൽ അദൃശ്യജ്ഞാനത്തിലൂടെ അതറിയണം. റസൂൽ അത് പറഞ്ഞത് ഓക്കെ, റസൂലിന് വഹിയിലൂടെ അറിയിപ്പ് കിട്ടിയതനുസരിച്ചാണ് റസൂൽ എന്ത് ചെയ്തിട്ടുള്ളത്? തൻ്റെ മുമ്പിലുള്ള ഒരാൾക്ക് കണ്ണേറ് ബാധിച്ചതിനെ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത്. റസൂൽ അല്ലാതെ ഇനി ആർക്കാണത് പറ്റുമോ? ഇനി ഒരാൾക്കും പറ്റൂല. നിങ്ങൾക്ക് പനിച്ചു, കണ്ണേറ് പറ്റിയതാണോ അതല്ല വൈറൽ പനിയാണോ? എങ്ങനെ അറിയാം? കണ്ണേറ് തട്ടിയതാണ് എന്ന് ഭൂമി ലോകത്ത് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? പറ്റൂല. കാരണം വഹി ഇറങ്ങുന്നൊരു പ്രവാചകൻ അന്ന് ജീവിച്ചിരിപ്പില്ല. വേറെ ഞാനത് പറഞ്ഞു, ഞാൻ എത്ര മിടുക്കനാണെങ്കിലും ഞാൻ എങ്ങനെയാ അത് അറിഞ്ഞത്? എനിക്ക് ഗൈബറിയോ? കാണാത്തത് കാണാനുള്ള കഴിവെനിക്കുണ്ടോ? അഭൗതികമായ കാര്യങ്ങൾ അറിയാനുള്ള ശേഷി എനിക്കുണ്ടോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് കണ്ണേർ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റൂല നമ്മുടെ കാലത്ത്. നബിക്ക് ശേഷം എന്ത് ചെയ്യാൻ പറ്റില്ല? കണ്ണേറ് കൊണ്ടോ വല്ല ഉപദ്രവം ഉണ്ടായാൽ തന്നെ അത് അതാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റൂല. ജീവിതത്തിൽ നമുക്ക് എന്ത് ഉപദ്രവം ഉണ്ടായാലും നമുക്ക് ചെയ്യാനുള്ള മാർഗം എന്താ? അനുവദിക്കപ്പെട്ട കാര്യം എന്താ? അള്ളാഹുവിലേക്ക് അഭയം തേടുക എന്നതാണ്. അതെല്ലാ സമയത്തും നമ്മൾ നടത്തുക. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ജിന്ന് ശരീരത്തിൽ കയറുമോ, ജിന്ന് കയറി വല്ല ബാധയും ഉണ്ടാവുമോ, അതല്ലെങ്കിൽ കണ്ണേറ് തട്ടുമോ, തട്ടിയാൽ വല്ല അസുഖം ഉണ്ടാവുമോ, അതല്ലെങ്കിൽ അസൂയക്കാരൻ്റെ നോട്ടം അത് പ്രശ്നമാവുമോ, അല്ലെങ്കിൽ ആരെങ്കിലും എനിക്കെതിരെ സിഹർ ചെയ്തിട്ടുണ്ടോ, ഇതൊന്നും അറിയേണ്ടുന്ന ബാധ്യത നമുക്കില്ല. അതെനിക്ക് തട്ടൂലേ എന്നതൊന്നും തീരുമാനമാകേണ്ടുന്നൊരു വിഷയമല്ല. കാരണം എന്തേ ഉള്ളൂ, നമുക്ക് ജീവിതത്തിൽ ഉപദ്രവകരമായത് എന്ത് സംഭവിച്ചാലും അല്ലെങ്കിൽ ഉപദ്രവകരമായി എന്തെങ്കിലും സംഭവിക്കുമെന്ന് നമുക്ക് ഭയം ഉണ്ടായാലും ചെയ്യാനുള്ള പണി ഒറ്റൊന്ന് മാത്രം. എന്ത് മാത്രം? അള്ളാഹുവിലേക്ക് മടങ്ങുക. അള്ളാഹുവേ, ഞാൻ ഭയപ്പെടുന്ന എല്ലാറ്റിൽ നിന്നും, എല്ലാ ഷർറിൽ നിന്നും നീ എനിക്ക് കാവലേകണമേ. സൂറത്തുൽ ഫലഖ് പാരായണം ചെയ്യുക, സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുക, സൂറത്തുൽ ഫലഖ് പാരായണം ചെയ്യുക, സൂറത്തുൽ നാസ് പാരായണം ചെയ്യുക. അള്ളാഹുവിൻ്റെ ദിക്റുകൾ ചൊല്ലുക. എന്നിട്ട് അള്ളാഹിനോട് പ്രാർത്ഥിക്കുക, അള്ളാഹുവേ എല്ലാ ഷർറുകളിൽ നിന്നും
എനിക്കറിയുന്നതും അറിയാത്തതുമായ ഭൗതികവും അഭൗതികവുമായ എല്ലാ തരം ഷർറുകളിൽ നിന്നും എൻ്റെ ശരീരത്തെ, എൻ്റെ മാലിനെ, എൻ്റെ കുടുംബത്തെ, എൻ്റെ ജീവിതത്തെ നീ കാത്തു രക്ഷിക്കണമേ എന്ന് അള്ളാഹിനോട് പ്രാർത്ഥിക്കാം. ബാക്കിയുള്ളത് അവിടെ വള്ളം വാരുമ്പോൾ അവിടെ ജിന്നുണ്ടാവോ, ജിന്നിൻ്റെ മേത്ത് ചൂടുവെള്ളം തട്ടിയാൽ ജിന്ന് കോപിക്കോ, എന്നിട്ട് വന്ന് എൻ്റെ മേത്ത് കയറോ, ഇതൊന്നും നമ്മളെ ബാധിക്കേണ്ട കാര്യമില്ല. ആർക്കെങ്കിലും ചെറിയൊരു വിശ്വാസം ഉണ്ടെങ്കിൽ ചൂടുവെള്ളം പുറത്തേക്ക് വരുമ്പോൾ ഒരു ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം ചൊല്ലിയാൽ മതി. അതിൻ്റെ അപ്പുറത്തേക്ക് അതിനെ ഒരു ചികിത്സാ പദ്ധതിയാക്കി മാറ്റുകയോ യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ ശരീരത്തിനും മനസ്സിനും ഏൽക്കുന്ന രോഗങ്ങൾക്ക് പോസിബിളായ ചികിത്സ തേടാതിരിക്കുകയോ ചെയ്യുന്ന രീതി ഇസ്ലാമികമായി ശരിയല്ല. അള്ളാഹു ഒരു രോഗവും അതിന് മരുന്ന് നിശ്ചയിച്ചുകൊണ്ടല്ലാതെ ഇറക്കിയിട്ടില്ലെന്നും അതുകൊണ്ട് രോഗം വന്നാൽ നിങ്ങൾ നിർബന്ധമായും ചികിത്സിക്കണമെന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുള്ളത്. സാധ്യമായ നമുക്ക് വിശ്വാസമുള്ള, ചിലർക്ക് അലോപ്പതി ആയിരിക്കാനും വിശ്വാസം, ചിലർക്ക് ഹോമിയോപ്പതി ആയിരിക്കും, ചിലർക്ക് ആയുർവേദമായിരിക്കും. അവനവന് വിശ്വാസമുള്ള ഫലപ്രാപ്തി ഉണ്ടെന്ന് കരുതുന്ന ചികിത്സാ രീതികൾ സ്വീകരിക്കുകയും രോഗം ചികിത്സിക്കുകയും ചെയ്യുക. ഏത് ചികിത്സാ രീതി തേടുമ്പോഴും അതൊക്കെ കേവലം മാർഗങ്ങളാണെന്നും യഥാർത്ഥത്തിൽ രോഗം ചികിത്സിക്കുന്നവൻ അള്ളാഹുവാണെന്നും അള്ളാഹുവേ അല്ലാഹുമ്മ അൻത ഷാഫി ലാ ഷിഫാ ഇല്ലാ ഷിഫാഹു, നിന്റെതല്ലാത്ത ഒരു രോഗശമനവും ഇല്ല, എൻ്റെ രോഗം ശമിപ്പിച്ചു തരണേന്ന് അള്ളാഹിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നതാണ് ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ സ്വീകരിക്കേണ്ടുന്ന രീതി. റുഖിയ എന്ന് പറയുന്നത് ഖുർആനികമായി റുഖിയ എന്നൊക്കെ പറഞ്ഞ് ഇതിൽ സൂചിപ്പിച്ചിട്ടുള്ള കാര്യം, അതിങ്ങനെ ഒരു മന്ത്രവാദ അന്തരീക്ഷം, കുറേ ഏലസും കുറേ നൂലും മറ്റതൊക്കെ കെട്ടിയിട്ട് എന്തോ ചൊല്ലുന്നതിൻ്റെ രീതിയൊന്നല്ല. അത്തരം രീതികളൊന്നും റസൂൽ സ്വീകരിച്ചിട്ടില്ല. സഹാബികളുടെ ജീവിതത്തിലും ആകെ പ്രത്യേകിച്ചും അന്നൊന്നും ചികിത്സാ രീതികളൊന്നും രൂപപ്പെട്ടു വന്നിട്ടില്ലാത്ത കാര്യമാണ്. അങ്ങനെ ഹദീസിലൊക്കെ ആകെ പനി വന്നു, റസൂലിൻ്റെ അടുത്ത് വന്നു, റസൂൽ ഊതിക്കൊടുത്തു, മന്ത്രിച്ച് കെട്ടിക്കൊടുത്തു. ഇതിങ്ങനെ നിരന്തരം ഹദീസിൽ കേൾക്കണ്ടേ? അന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും മനുഷ്യന്മാർക്ക് രോഗം ഉണ്ടാവുമല്ലോ. അന്നാണെങ്കിൽ ഡോക്ടർമാർ അങ്ങനെ സംവിധാനങ്ങളൊന്നുമില്ല. ഇങ്ങനെയൊന്നും ഹദീസിൽ നമ്മൾ കാണുന്നില്ല. അതേ സമയത്ത് ചില രോഗികളുടെ അടുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവരുടെ രോഗശമനത്തിന് വേണ്ടി മുഅവ്വദതൈനി പാരായണം ചെയ്ത് ശരീരത്തിൽ തടയുകയും ശരീരത്തിൽ വേദനയുള്ള ഭാഗത്ത് കൈവച്ച് റസൂൽ പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. ചില ആളുകൾക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദീർഘകാലമായുള്ള വേദനകളെക്കുറിച്ചൊക്കെ പരാതി പറഞ്ഞപ്പോൾ ചില പ്രാർത്ഥനകളൊക്കെ പ്രത്യേകം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊരു സഹാബി പറഞ്ഞു, അള്ളാഹിൻ്റെ റസൂലേ, ഞാൻ ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് മുതലുള്ള എൻ്റെ ശരീരത്തിലുള്ളൊരു വേദന ഉണ്ട്, ഇപ്പോഴും മാറിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ റസൂല് പറഞ്ഞു, നീ എന്ത് ചെയ്യുക, ആ വേദനയുള്ള ഭാഗത്ത് കൈവെക്കുക, എന്നിട്ട് ബിസ്മില്ലാ എന്ന് 3 പ്രാവശ്യം ചൊല്ലുക. അതിനുശേഷം അഊദു ബില്ലാഹി വ ഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വ ഉഹാദിർ. ബിസ്മില്ലാ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമുക്കറിയാം, അല്ലാഹുവേ നിന്റെ നാമത്തിൽ. എന്നിട്ട് അഊദു ബില്ലാഹി, അള്ളാഹുവോട് ഞാൻ അഭയം ചോദിക്കുന്നു, വ ഖുദ്റതിഹി, അള്ളാഹുവിൻ്റെ കഴിവിനെ മുൻനിർത്തിയും ഞാൻ അള്ളാഹുവോട് അഭയം ചോദിക്കുന്നു, മിൻ ശർരി മാ അജിദ്, ഞാൻ അനുഭവിക്കുന്നതിൻ്റെ ഉപദ്രവത്തിൽ നിന്ന്, ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്ന വേദനയുടെ ഉപദ്രവത്തിൽ നിന്ന് ഞാൻ അള്ളാഹുവോട് അഭയം ചോദിക്കുന്നു. വ ഉഹാദിർ, ഇപ്പൊ അനുഭവിക്കുന്നത് മാത്രമല്ല, ഇനി ഭാവിയിൽ കൂടുവോ, ഇതിൻ്റെ അപ്പുറത്തേക്ക് പോകുമോ, ആ വേദന ഇപ്പൊ അറ്റാക്കിൻ്റെതാകുമോ, അല്ലേ? അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ നമുക്ക്. ഗ്യാസ് കയറിയാലും വേദന വരുമ്പോൾ അറ്റാക്കിൻ്റെതാകുമോ എന്നൊക്കെ പേടിയുണ്ടാവും. അപ്പോൾ ഇപ്പോൾ അനുഭവിക്കുന്ന വേദനയുടെ ഷർറിൽ നിന്ന് മാത്രമല്ല, ഞാൻ ഭയപ്പെടുന്ന ഷർറിൽ നിന്നും അള്ളാഹു അടബ് എന്ന് ഒരു 7 പ്രാവശ്യവും ചെല്ലുക. നബി സഹാബിക്ക് നിർദ്ദേശിച്ചു കൊടുത്താണ്. ആ സഹാബി ആ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ട് പറഞ്ഞത്, ഞാൻ അങ്ങനെ നിരന്തരമായിട്ട് രാവിലെയും വൈകുന്നേരവും അത് ചൊല്ലി എൻ്റെ വേദന മാറി എന്ന്. ഇങ്ങനെ സുന്നത്തിൽ വന്നിട്ടുള്ള ഇതൊക്കെ എന്താണ്? ഇതൊന്നും എന്തോ മന്ത്രവാദം അങ്ങനെ എന്തോ നിഗൂഢമായൊന്നും കാര്യങ്ങളല്ല. നേർക്ക് നേരെന്ത് ചെയ്യുക, പ്രശ്നത്തെ തൊട്ട് അള്ളാഹിനോട് പ്രാർത്ഥിക്കുക.
അത് നമുക്ക് കഴിയുന്നത് പോലെ അള്ളാഹിനോട് പറഞ്ഞാൽ ജീവിതത്തിലെ ഏത് പ്രശ്നങ്ങൾക്കും ഈ വിധത്തിൽ പരിഹാരങ്ങൾ ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതല്ലാത്ത മന്ത്രവിദ്യ, ജാലവിദ്യ എന്നൊക്കെ പറയുന്നത് അതിനെ അവലംബിക്കാതിരിക്കുന്നതാണ് ഒരു മുസ്ലിമിന് സൂക്ഷ്മതയുടെ ഭാഗമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം. കാരണം അതൊക്കെ നമ്മളെ പലതരത്തിലുള്ള അന്ധവിശ്വാസങ്ങളിലേക്കും ശിർക്കുകളിലേക്കും നയിക്കും. കാരണം കുറേ മാനസിക പ്രശ്നങ്ങൾ പലതും മാനസികമാണ്. ഇപ്പൊ എനിക്ക് ഒരു പ്രേതക്കഥ വായിച്ച് അന്ന് രാത്രി അങ്ങാടിയിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ കരണ്ടും പോയി വൈക്കൊന്നും വെളിച്ചോ അല്ലെങ്കിൽ കാണുന്ന മുഴുവൻ പ്രേതമായിട്ട് തോന്നും. അക്കൂട്ടത്തിൽ സർവേരിക്കല്ലുണ്ടാവും. അവിടെ ആരാതെന്ന് ചോദിച്ച് കുറേ ചേർന്ന് നിൽക്കും നമ്മൾ. എന്നിട്ട് പിന്നെ അവിടുന്ന് ഒരു പാച്ചിലാണ്. അവസാനം പെരൻ്റെ മുറ്റത്ത് ചെന്ന് നോക്കുമ്പോഴേക്കാരം, പെരൻ്റെ നേരത്തേക്ക് കയറി ചെല്ലുമ്പോഴേക്കാരം ഓർമ്മ ഉണ്ടാവില്ല. ഉമ്മ നിസ്കാര കുപ്പായം അയലത്ത് തോരിട്ട് കണ്ടിട്ട് കുറേ നേരം പ്രേതാന്നെഴുതി അതിനെ വിളിച്ചു നോക്കും. ആരാത്? അവസാനം അമ്മാന്ന് വിളിച്ചു കണ്ട് പെരൻ്റെ ഉള്ളിലേക്ക് പാഞ്ഞ് കയറലായിരിക്കാം. ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പൊ പിന്നെ നേരം വെളുക്കുമ്പോഴാണ് അറിയുന്നത് അത് നിസ്കാര കുപ്പായിരുന്നു, മറ്റത് വായക്കന്നേന്നു, അത് സർവേരിക്കല്ലേന്നു എന്നൊക്കെ. അപ്പൊ വിവരമില്ലാത്തത് കൊണ്ട് മനുഷ്യന് കുറേ പേടിയും അസ്വസ്ഥതകളും ഉണ്ടാകും. ഇരുട്ട് മാറി വെളിച്ചം വന്ന് അറിവ് ശരിയായി ബോധ്യപ്പെടുന്നതോടുകൂടി തീരാവുന്ന പേടികളെ മനുഷ്യന് ഭൂമിയിലുള്ളൂ. എല്ലാ പേടിയുടെയും അവസ്ഥ ഇതാണ്. ഇത്തരത്തിലുള്ള സാധാരണക്കാരായ മനുഷ്യന്മാരുടെ പേടികളെ ചിലർ വളരെ തന്ത്രപൂർവ്വം ചൂഷണം ചെയ്യുന്നതാണ് മന്ത്രവാദ ചികിത്സകൾ എന്ന് പറയുന്നത്. അല്ല ഇസ്ലാമികമായിട്ട് അങ്ങനൊരു മന്ത്രവാദ ഏതെങ്കിലും നമുക്ക് സദ്വൃത്തനെന്ന് തോന്നുന്ന വിശ്വാസമുള്ള പള്ളിക്കല മൂല്യരോ അല്ലെങ്കിൽ നമുക്ക് വിശ്വാസമുള്ള നല്ലൊരു പണ്ഡിതനായ ആളോ അയാളോട് നമ്മൾ എനിക്ക് ഇന്ന പ്രശ്നം കിട്ടോ നിങ്ങളൊന്ന് ദുആ ചെയ്യണം എന്ന് വസിയത്ത് ചെയ്യുക. അയാൾ നമ്മളോടൊന്ന് ശരീരത്തിൽ കൈവച്ചോ അല്ലാതെയോ ആത്മാർത്ഥമായിട്ട് നമുക്കൊന്ന് വേണ്ടി പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥനയ്ക്ക് നമ്മളൊന്ന് ആമീൻ പറയുക. അതുകൊണ്ടൊക്കെ സൽഫലം ഉണ്ടാകും. കനിഞ്ഞ് അള്ളാഹു നമുക്ക് രോഗശമനം തരും എന്ന് വിശ്വസിക്കാമെന്നല്ലാത്ത മന്ത്രവാദ രീതികളൊന്നും ഇസ്ലാമികമായിട്ട് പഠിപ്പിക്കപ്പെട്ടിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.